അങ്ങനെ ഞാൻ വിചാരിച്ച പോലെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അവസാനം അമ്മനെയും പറ്റിച്ച് ആ വീട് കൈക്കലാക്കണം. ഇങ്ങനത്തെ ഒരു അവസരം ഇനി വീണിട്ടില്ല ശ്വേത. മാക്സിമം ഉപയോഗിച്ചോ. ആ സുജീഷെ കട വന്നല്ലേ? ഇല്ല, ഞാൻ ഇന്നലെ രാത്രി എത്തി വിചാരിച്ചു. പക്ഷെ ട്രെയിന് ഭയങ്കര ലേറ്റ്, മഴയൊക്കെയല്ലേ. ആ കുറച്ച് നേരത്തെ എത്തിയുള്ളൂ. എല്ലാവരെയും ഉറങ്ങിയിട്ട് പോയില്ല. ഷാജാനടെ? അയ്യോ, എന്നാ പിന്നെ ഞാനിപ്പോൾ തന്നെ ഇറങ്ങാം. അല്ല, ഞാൻ വെച്ച് കുറച്ച് കഴിഞ്ഞിട്ട് വരാമെന്നേ. അവനില്ലല്ലോ. ഞാനേ കുറച്ച് പുതിയതും കുറച്ച് പഴയതും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് അറേഞ്ച് ചെയ്യാനുണ്ട്. ആടാ, ഇപ്പോൾ ഇറങ്ങാം. ശരി. എന്താ ഏട്ടാ, ഒന്നും പോകുന്നില്ലേ? ആടെ പോണം. ഇന്ന് സൺഡേ അല്ലേ, കുറച്ച് കച്ചവടം കിട്ടിയാലോ. പിന്നെ കുറെ സാധനം കൊണ്ടുവന്നിട്ടില്ലേ, അത് വീട്ടിലെത്തിട്ട് കാര്യമില്ലല്ലോ. ഇപ്പൊ ഇറങ്ങും. ഇപ്പൊ എത്തിയല്ലോ ഏട്ടാ. ഒന്നും ഉറങ്ങിയിട്ട് പോലും ഇല്ലല്ലോ. ഏട്ടൻ കുറച്ചു നേരം കിടന്നോ? ഞാൻ വേണമെങ്കിൽ പോയി നിൽക്കുക. അന്ന് സാറില്ലടോ, ട്രെയിനിലായിട്ട് അതുകൊണ്ട് റെയിൽവേ സ്റ്റേഷനിൽ കുറച്ച് കിടന്നു. ക്ഷീണമൊന്നുമില്ല. പിന്നെ ഒന്നാമത് ഷാജഹാൻ ലീവാ, ഞാൻ പോയില്ലെങ്കിൽ റെഡിയല്ല. ഇപ്പൊ ഇറങ്ങട്ടെ. എന്നാ പിന്നെ ഞാനും വരാം ഏട്ടാ. എനിക്കെന്തായാലും ലീവല്ലേ. പിന്നെ രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞു. ഉച്ചക്കത്തെ ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് ഇറങ്ങാന്നാ. പിന്നെ അച്ഛനെ കൊണ്ട് ഇൻസ്റ്റയിൽ ചെയ്യിപ്പിച്ച പരസ്യം കുറച്ച് ഓടിയിട്ടുണ്ടല്ലോ. ആ തിരക്കിൽ ഞാൻ നോക്കിയില്ല കേട്ടോ. ഇപ്പോഴാണ് നോക്കിയത്. എൻ്റെ 2-3 ഫ്രണ്ട്സ് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നേ, കുറച്ച് കച്ചവടം ഉണ്ടായാൽ മതിയല്ലേ. അങ്ങനെയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അവനെ കൊണ്ട് ചെയ്യിപ്പിക്കായിരുന്നു. അത് നമുക്ക് ചെയ്യിപ്പിക്കാം. പക്ഷെ അവൻ അന്ന് കൊടുത്ത പൈസ കുറഞ്ഞോന്നൊരു ഡൗട്ട്. ഇനിയിപ്പം കച്ചവടം വരികയാണെങ്കിൽ കുറച്ച് കൂടുതൽ കൊടുക്കാലോ. എടാ, നിനക്ക് കല്യാണം നോക്കുമ്പോഴേ ഒരു ജോലിയുള്ള പെൺകുട്ടി തന്നെ വേണമെന്ന് ഞാൻ വാശി പിടിച്ചത് വേറെ ഒന്നും കൊണ്ടല്ല. അവളുടെ ശമ്പളം കൂടി കുടുംബത്തിലേക്ക് കിട്ടും പറഞ്ഞിട്ടാ. അല്ല, അതിനിപ്പോ എന്താന്ന് നീ നിന്റെ ഭാര്യന്റെ അടുത്ത് തന്നെ ചോദിക്കേ. അല്ല, അപ്പ കാര്യങ്ങള് വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. അല്ലമ്മ, അവള് പറഞ്ഞാലും കാര്യമില്ലേ. 1 മാസം അത്രയും കഷ്ടപ്പെട്ട് പണിയെടുത്ത മുഴുവൻ പൈസ അമ്മയ്ക്ക് വേണം പറഞ്ഞാൽ അങ്ങനെ ശരിയാനാ? ചെലവിന് എന്തെങ്കിലും വേണമെങ്കിൽ അത് അവള് ചോദിക്കാണ്ടെന്ന് തരില്ലേ? ഇത്രയും കാലം സമ്പാദിച്ച പൈസ മുഴുവൻ നീ അമ്മന്റെ അടുത്തല്ലേ കൊണ്ട് തന്നിട്ടുള്ളത്. അതേപോലെ വന്നു കയറിയ മരുമകളും എന്റെ കയ്യിലല്ലേ തരേണ്ടത്. അതല്ലേ അതിന്റെ ഒരു മര്യാദ. അത് ഞാൻ ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരാണമ്മേ. അമ്മനെ അത്രയും വിശ്വസിച്ചിട്ടല്ലേ ഞാൻ അത്രയും കാലം പണിയെടുത്ത പൈസ മുഴുവൻ തന്നത്. എന്നിട്ട് ഒരു ആവശ്യത്തിന് ചോദിച്ചപ്പോൾ അമ്മ ഒന്നും ഇല്ല പറഞ്ഞ കൈമലർത്തി കാണിച്ചല്ലേ. എന്നിട്ട് അവളുടെ സ്വർണ്ണം എടുത്താണ് എനിക്ക് തന്നത്. സ്വന്തം അധ്വാനിച്ച് കിട്ടുന്ന പൈസ സൂക്ഷിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ ഞാൻ എന്നെ പറഞ്ഞിട്ടില്ല കാര്യമുള്ളൂ. ഞാൻ ചെയ്ത മണ്ടത്തരം അവളും കാണിക്കണം എന്നാണ് അമ്മ പറയുന്നത്. മണ്ടത്തരോ? അതാണ് നീ അങ്ങനെ പറയണത്? പിന്നെ എങ്ങനെ പറയാതിരിക്കാമേ? ഇത്രയും കാലം അധ്വാനിച്ചിട്ട് അതിൽ ഒരു പൈസ പോലും എനിക്ക് ഉപകാരമായിട്ടില്ലല്ലോ. അമ്മന്റെയും പെങ്ങളുടെ കാര്യമൊക്കെ വൃത്തിയായിട്ട് നടന്നൂല്ലേ. സ്വന്തം മകൻ്റെ നിന്ന് കുറച്ച് പൈസ വാങ്ങിച്ചെടുത്തത് ഇത്രയും വലിയ തെറ്റാണെന്ന് ഞാൻ അറിഞ്ഞില്ല മോനെ. അല്ലപ്പം ഞാൻ പറഞ്ഞു വന്നതേ, നിങ്ങൾക്കിപ്പോൾ സ്വന്തമായിട്ട് ബിസിനസ്സും അവൾക്ക് ജോലിയും കാര്യങ്ങളൊക്കെ ആയി നല്ല വരുമാനമുണ്ട്. ആ പൈസ കുടുംബത്തിലേക്ക് തരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ സ്ഥിതിക്കേ നിങ്ങൾ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിക്കോ. അതാ നല്ലത്. ഇത് ഞാൻ എൻ്റെ പേരിലുള്ള വീടാ. അപ്പം എൻ്റെ രീതിക്ക് ഇവിടെ കഴിയാൻ പറ്റിയില്ലെങ്കിലേ രണ്ടും കൂടി ഇറങ്ങിക്കോ. ഇറങ്ങി പോവാനോ? എങ്ങോട്ട്? അമ്മ എന്തായി പറയുന്നേ? ഏട്ടാ, എന്തായാലും അമ്മയായിട്ട് പറഞ്ഞതല്ലേ, ഇത് ഞാൻ ഓൾറെഡി വിചാരിച്ച തന്നെയാ. ഇപ്പം നമ്മളായിട്ട് ഇറങ്ങുമ്പോഴല്ലോ പ്രശ്നം. അമ്മയായിട്ട് പറഞ്ഞാൽ പിന്നീട് അങ്ങോട്ടൊരു കുഴപ്പമില്ലല്ലോ. ഇനി ഏട്ടൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് ചോദിക്കൊന്നും വേണ്ട. നമുക്ക് ഇറങ്ങാം, അതാ നല്ലത്. എന്നാലും പെട്ടെന്ന് ഇറങ്ങി പോവാ. നമ്മൾ എങ്ങോട്ട് പോവാനാ? ഇന്നല്ലെങ്കിൽ നാളെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരുന്നേ. കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസം തന്നെ എനിക്ക് മനസ്സിലായ കാര്യമാണ്. എന്തായാലും അമ്മ തന്നെ പറഞ്ഞുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല ഏട്ടാ. അല്ലെങ്കിലും കുടുംബം നോക്കുന്നവരുടെ അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെയാണ്. കുടുംബത്തിന് വേണ്ടി എത്ര ചിലവാക്കിയാലും അവസാനം അവരെന്നെ പറയും, നീ കുടുംബത്തിന് വേണ്ടി എന്ത് ചെയ്തു, അല്ലെങ്കിൽ ഈ കണക്കൊക്കെ സൂക്ഷിക്കുന്ന ആളാണെന്നൊക്കെ. ഇത് നമുക്ക് പെട്ടെന്ന് കേട്ടതുകൊണ്ട് അങ്ങനെയൊക്കെ തോന്നുമായിരിക്കും. ഇതൊക്കെ അനുഭവിക്കുന്ന എത്ര ആൾക്കാരുണ്ടെന്നറിയോ. ഇനിയിപ്പം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നമുക്ക് ഇറങ്ങാം. എടീ, നീ അധികം പ്രസംഗിക്കാൻ നിൽക്കണ്ട. നീ ഒരുത്തി കാരണമാ ഞാൻ ഇപ്പം ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. വന്ന് കയറിയതും ഈ കുടുംബത്തിനെ പിരിപ്പിച്ചല്ലോടെ. നല്ല മരുമകൾ തന്നെ കേട്ടാ. അമ്മ എന്തിനാ അവളെ വെറുതെ ചീത്ത പറയുന്നത്? അല്ലെങ്കിൽ അവൾ എന്നെ പറഞ്ഞു പറഞ്ഞിട്ട് എനിക്ക് എന്ത് നഷ്ടം ഉണ്ടായത്? ഇത്രയും കാലം ഞാൻ ഒരു ഷോപ്പിൽ പണിക്കാരനായിട്ടല്ലേ നിന്നത്. അമ്മയ്ക്ക് പിന്നെ എൻ്റെ കൂലി മാത്രം മതിയല്ലോ. അവൾ വന്ന് പറഞ്ഞിട്ട് അമ്മ എനിക്ക് ഇത്രയും എക്സ്പീരിയൻസ് ഉണ്ട്, ഒരു ഷോപ്പ് ഇട്ട് പറഞ്ഞിട്ട് നിർബന്ധിച്ചുകൊണ്ടല്ലേ ഇപ്പോൾ ടൗണിലൊരു ഷോപ്പ് കിട്ടിയത്. അത് എനിക്ക് എന്തായാലും അതിലെന്താ നഷ്ടം എനിക്ക്? ഇത്രയും കാലം മകനെ പറ്റിച്ച പോലെ മരുമകളുടെ ശമ്പളം അമ്മ ഒറ്റയ്ക്ക് കഴിക്കലാക്കാന്ന് വിചാരിച്ചു.
അതിന് പറ്റാണ്ടായപ്പോൾ വന്നു കയറി ഞാൻ അഹങ്കാരിയായി, കുടുംബം പിരിപ്പിക്കുന്നവളായി, ഒറ്റയ്ക്ക് തീരുമാനം എടുക്കുന്നവളായി. അതൊന്നും സാരില്ല ഏട്ടാ, എന്നെയല്ലേ പറയണത്, എനിക്കൊരു കുഴപ്പമില്ല. മതിയടി, കൂടുതലായിട്ട് പറയാൻ നിൽക്കണ്ട. അത്രയും പെട്ടെന്ന് രണ്ടും ഇറങ്ങിക്കോ, അതാ നല്ലത്. സാരില്ല ഏട്ടാ, എന്തായാലും എടുക്കാനുള്ളതൊക്കെ എടുത്തിട്ടേ നമുക്ക് മൊബൈൽ ഷോപ്പിൽ കൊണ്ടുവയ്ക്കാം. ബാക്കി എന്താ വെച്ചാൽ അപ്പം തീരുമാനിക്കാമല്ലോ. ചേട്ടാ, അന്ന് പരസ്യം ചെയ്തതിന് ശേഷം കുറച്ച് കസ്റ്റമർ ഉണ്ടായിരുന്നു കേട്ടോ. ആണോ? അല്ല, എന്നിട്ട് എന്താ പറഞ്ഞേ? അന്ന് വന്ന് കുറച്ച് കസ്റ്റമേഴ്സിനൊക്കെ ഉള്ള സ്റ്റോക്ക് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇല്ലാത്ത സാധനങ്ങളൊക്കെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കസ്റ്റമേഴ്സിൻ്റെ നമ്പേഴ്സും നോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി വന്നു കഴിഞ്ഞാൽ അത് വിളിച്ചിട്ട് കൊടുക്കാം. അല്ല, സ്റ്റോക്കില്ല പിന്നെ തരാ പറഞ്ഞാലേ അത് വീണ്ടും വരുമോ? അതോ കച്ചവടം പോവുള്ളൂ? ഇല്ല, അതൊക്കെ നമ്മുടെ റെഗുലർ കസ്റ്റമറാണ്. അതെല്ലാം ഫോളോപ്പ് ഉള്ളതാണ്. അവരിവിടെ തന്നെ വരുള്ളൂ. സുധീഷേ, പിന്നെ നീ വീട് വാടകയ്ക്ക് വേണം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഞാൻ ഫോട്ടോ അയച്ചിട്ടുണ്ടായിരുന്നു, അത് നീ നോക്കിയോ? സുരേട്ട, അത് ഓടിട്ട വീടാണ്. ഇതിൽ കൂടെ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള വീടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും. സുധീഷേ, നീ പെട്ടെന്ന് വേണം പറഞ്ഞപ്പോൾ ഞാൻ നമ്മുടെ കൂട്ടുകാരൻ്റെ വീടാണ്, അപ്പോൾ അത് കാരണം ഞാൻ പെട്ടെന്ന് ആക്കിയതാണ്. എനിക്ക് കുറച്ച് വലുത് വേണം പറഞ്ഞു വെച്ചാൽ ഞാൻ വേറെ നോക്കാം. തിരക്കൊന്നുമില്ല, ഒരു 1.5 മാസത്തിനുള്ളിൽ റെഡിയാക്കി തന്നാൽ മതി. അതൊക്കെ എനിക്ക് റെഡിയാക്കി തരാം. കുറച്ച് സൗകര്യങ്ങൾ വേണം അല്ലേ? അത് മതി. നിങ്ങൾക്ക് ഇത്ര നേരം തിരക്കായിരുന്നില്ല ഷോപ്പിൽ? അപ്പോൾ ഓണത്തിൻ്റെ കുറച്ച് തിരക്കുണ്ട്, അത് കഴിഞ്ഞാൽ വീടിൻ്റെ കാര്യം പിന്നെ ഞാൻ നോക്കാം കേട്ടോ. പോരെ? ശരിയെന്നാ സുരേട്ടാ, ഓക്കെ. എന്താ സുജീഷേ, വാടക വെട്ടുന്ന കാര്യം പറഞ്ഞേ? എന്താ കാര്യം? ഒന്നുമില്ല ചേട്ടാ, വീട്ടിൽ അനിയന് കല്യാണമൊക്കെ ആയില്ലേ, സൗകര്യക്കുറവൊക്കെ ഉണ്ട് വീട്ടിൽ. അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് വേറെ ചെറിയൊരു വീട് നോക്കിയിട്ട് ഇരിക്കാൻ വെച്ചിട്ടാണ്. അല്ല, മൂപ്പര് പറഞ്ഞ വീട് എവിടെയാ സ്ഥലം? അതിവിടെ കല്ലേപ്പുള്ളി തന്നെയാണ് ചേട്ടാ. എന്താ? ഒന്നുമില്ല, ചിലപ്പോൾ അതെനിക്കൊരു ആവശ്യം വരും. എന്തായാലും ഞാനേ മൂപ്പരൊന്ന് കണ്ടു തരാം കേട്ടോ. എന്താ സുജീഷ് ഏട്ടൻ പോയോ? ആടാ, ഇപ്പൊ പോയുള്ളൂ. അല്ല, നീ എന്തിനിപ്പം ഇങ്ങോട്ട് വന്നേ? ഞാൻ നിന്റെ വീട്ടിലേക്ക് വരില്ലായിരുന്നോ? ഒന്നുമില്ല, ഞാൻ ഈ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലേ, അമ്മ ഓരോന്ന് കുത്തി ചോദിക്കണപ്പം ഞാൻ അവിടെ ഇരുന്നില്ല, ഇങ്ങോട്ട് വന്നതാ. എന്നാലും നന്നായി, നീ വെറുതെ അവരെയും കൂട്ടി ടെൻഷൻ ആട്ടില്ലേ. പിന്നെ നമ്മുടെ ടൈലർ സുരേഷ് ഏട്ടനല്ലേ, മൂപ്പരൊരു വീട് വാടകയ്ക്കുണ്ട് പറഞ്ഞിട്ടു. നമ്മുടെ സുജേഷിന് വേണ്ടി നോക്കിയതാ. അവൻ കുറച്ച് സൗകര്യമുള്ള വീടാണ് നോക്കുന്നേ. അപ്പോൾ ഒരു ഓഡിറ്റ് വരെ കല്ലേവിളി തന്നെയാണ്. നമുക്കത് നോക്കിയാലോ? ആണോ? അല്ലപ്പം അഡ്വാൻസും റെന്റൊക്കെ എത്രയാ? എടാ, അഡ്വാൻസ് 20 പറയുന്നുള്ളൂ. റെന്റും ചെറിയ 4,500 പറഞ്ഞു. ചെറിയൊരു വീടാ, അല്ല നമുക്കത് പോരെ? ഓ, അതൊക്കെ മതി ഏട്ടാ. രണ്ടാളും രാവിലെ പോയി കഴിഞ്ഞാൽ പിന്നെ രാത്രി ഉറങ്ങാനൊരു ആവശ്യമുള്ളൂ. അല്ല, ഇന്നിപ്പോൾ എന്താക്കാനാ? ഞാനിത് കഴിഞ്ഞിട്ട് നിന്റെ വീട്ടിലേക്ക് വരാണ്ടിരുന്നത്. ഇനിയിപ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റില്ലല്ലോ. എന്തായാലും വീടേ നാളെ തന്നെ റെഡിയാക്കി തരാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാലും നമ്മുടെ സ്വന്തം ഷോപ്പല്ലേ, ഇന്നിവിടെ കിടന്നാലോ? പിന്നെ ഞാൻ കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിട്ട് വരട്ടെ? നമ്മുടെ രാമയുടെ തട്ടയുടെ കൂട്ടുമ്പോഴത്തേക്കേ ഇഡലിയോ ദോശ എന്തെങ്കിലും കിട്ടുമോ നോക്കട്ടെ. എടാ, നീ ഇവിടെ നിന്ന് ഞാൻ പോവാ. അത് വേണ്ട, ഞാൻ പോയിട്ട് വരാം. ഇന്നലെ ഓരോ തിരക്കായതുകൊണ്ടേ എനിക്ക് അമ്മനെ വിളിക്കാൻ പറ്റില്ല. എന്താ അമ്മ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ? അവൻ ചെന്നൈയിൽ നിന്ന് വന്നിരിക്കുന്ന സമയത്തെ ഞാൻ കാര്യം പറഞ്ഞു, ഇവിടുത്തെ രീതിക്ക് പറ്റുകയാണെങ്കിൽ ഇരുന്നാൽ മതി, അല്ലെങ്കിൽ പിന്നെ രണ്ടും കൂടി ഇറങ്ങിക്കോ എന്നുള്ളത്. അപ്പം അവർ പ്രശ്നം ഉണ്ടാക്കാൻ നിന്നോ? പ്രശ്നമൊന്നും ആയില്ല. ഞാൻ പെട്ടെന്ന് പറഞ്ഞപ്പോഴേ അവനെന്തോ പോലെയായി. കുട്ടിക്ക് വിഷമമായെന്നാ തോന്നുന്നത്. പക്ഷെ പെണ്ണുണ്ടല്ലോ, ഞാൻ ഓൾറെഡി വിചാരിച്ചതാണ്, അമ്മ ഇറക്കി വിടുന്നൊക്കെ അവർക്ക് ഒക്കെയോ പറഞ്ഞിട്ട് ഫോണ് കണ്ടു. അന്നേ ഞാൻ അമ്മൻ്റെ അടുത്ത് പറഞ്ഞതല്ലേ, അവളുടെ സ്വഭാവം എപ്പോഴാണ് പെട്ടെന്ന് പറയാൻ പറ്റില്ല എന്ന്. അപ്പം അമ്മയല്ലേ പറഞ്ഞത് അവൾ പാവമാണ്, നല്ല മരുമോളാണെന്നൊക്കെ. ഇപ്പം മനസ്സിലായില്ലമ്മേ തനി സ്വഭാവം എന്താന്ന്. എന്തായാലും ഞാൻ അങ്ങനെ പറഞ്ഞപ്പോഴേ രണ്ടാളും കൂടി പോയി. ഇനിയിപ്പോൾ എന്താ താമസം, എവിടെയാണ് ഒന്നും അറിയുന്നില്ല.
അമ്മയ്ക്ക് എന്താ ടെൻഷനുണ്ടോ? ടെൻഷനല്ലടി മോളെ, ഇത്രയും കാലം അവനുണ്ടായിരുന്നില്ലേ, ഇനിയിപ്പം അമ്മ എന്ത് ചെയ്യും പറഞ്ഞിട്ടാ? ആരാ ഉള്ളത്? എന്താ അമ്മ എപ്പോഴും അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അപ്പം ഞാനോ? എനിക്ക് അവൻ്റെ സ്നേഹമില്ലെന്നാ എപ്പോഴും വിചാരിച്ചിരിക്കുന്നത്? നിനക്ക് സ്നേഹമില്ല നല്ലടി മോളെ ഞാൻ പറഞ്ഞത്. നിന്നെ കല്യാണം കഴിച്ച് വിട്ടതല്ലേ, അപ്പം അവിടെ നിന്ന് ഇപ്പോൾ എന്നെ നോക്കാനും പിടിക്കാനൊക്കെ ഇവിടെ വന്നിരിക്കാൻ പറ്റുമോ? നിനക്ക് നിന്റെ ഭർത്താവിൻ്റെ അച്ഛനോ അമ്മയോ ഒക്കെ ഇല്ലേ അവിടെ? എൻ്റെ അമ്മനോട് ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ ഭർത്താവിൻ്റെ വീട്ടിൽ സുഖമായിട്ടിരിക്കുന്നു തോന്നുന്നുണ്ടോ? പിന്നെ നീ എന്ത് ചെയ്യാനാ? ഇവിടെ വന്നിരിക്കുമോ? ആ, ഞാൻ എൻ്റെ അമ്മൻ്റെ കൂടെ വന്നിരിക്കും. ഈ കാര്യങ്ങളൊക്കെ ഞാൻ വിവേകേട്ടനോട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നേ വിളിച്ചപ്പോഴേ. അപ്പോൾ ഏട്ടനും ഭയങ്കര സങ്കടം, ഇവിടെ അമ്മ ഒറ്റയ്ക്കല്ലേ, എന്നാൽ പിന്നെ നീ പോയിരുന്നോ എന്നുള്ളത്. അവിടെ പിന്നെ അമ്മ ഒറ്റയ്ക്കൊന്നും അല്ലല്ലോ, അച്ഛനും അനിയനൊക്കെ ഇല്ലേ. അപ്പോൾ നിന്റെ അമ്മായിയും എന്തെങ്കിലുമൊക്കെ പറയില്ലേ, കല്യാണം കഴിപ്പിച്ച് വിട്ടിട്ട് അവള് സ്വന്തം അമ്മനെ നോക്കാൻ വേണ്ടി വീട്ടിൽ പോയി നിൽക്കണമെന്ന്? അവർക്കും പ്രായമായി വരുമല്ലേടി. പിന്നെ അവർക്ക് പ്രായമായി വന്നിട്ട് അവർ നോക്കാൻ വേണ്ടിയിട്ടാണോ ഞാൻ കല്യാണം കഴിച്ച് അങ്ങോട്ട് പോയത്? അങ്ങനെയൊന്നും ഇല്ല അമ്മ. വിവേകേട്ടന് നല്ല സപ്പോർട്ടില്ലേ. അല്ലെങ്കിലും ഏട്ടൻ നാട്ടിലില്ലാണ്ട് എനിക്ക് അവിടെ ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനി ഞാൻ വെറുതെ ഇരിക്കണമെന്നേ ഉള്ളൂ. അല്ല, ഇവിടുത്തെ കാര്യങ്ങൾ എന്തായാലും അറിയാൻ വേണ്ടിയിട്ടേ ഒരു സമാധാനമില്ല. അതാ ഓടിപ്പിടിച്ച് വന്നത് ഞാൻ. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇത്രയും കാലം അവനുള്ളതുകൊണ്ടേ ദിവസം പൈസ തരുമ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് എൻ്റെ കാര്യങ്ങളും നിൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങനെ നടന്നു പോയി. ഇനിയിപ്പോൾ എന്ത് ചെയ്യും പറഞ്ഞിട്ടാ? ഈ വയസ്സാം കാലത്ത് എനിക്ക് എന്തെങ്കിലും പണിക്ക് പോകാൻ പറ്റുമോ? അമ്മ ഈ പ്രായത്തിൽ പണിക്ക് പോകണമെന്ന് ആരെങ്കിലും പറഞ്ഞോ? വിവേകേട്ടന് ഗൾഫിൽ നല്ല ജോലിയില്ലേ, മാസം മാസം എനിക്ക് ചിലവിനുള്ള പൈസ അയച്ചു തരും. പിന്നെ ഞാൻ ഇപ്പോൾ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്നില്ലേ അമ്മ, അതിന് നല്ല പൈസ കിട്ടുന്നുണ്ട്. അമ്മയ്ക്ക് അതൊക്കെ പോരെ? എന്തായാലും ഞാൻ വീട്ടിൽ പോയിട്ടെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് വരാം. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ അമ്മ. ഇവിടെ എന്തായിട്ടുണ്ടാവോ ഏതായിട്ടുണ്ടാവട്ടെ, അവിടെ ഇരുന്നിട്ട് ഒരു സമാധാനമില്ല. അപ്പോൾ വന്ന് കാര്യങ്ങൾ അറിഞ്ഞപ്പോഴാണ് മനസ്സമാധാനമായത്. ഞാൻ പോട്ടെ, ചെക്കൻ അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നേ, വേഗം എത്തിയില്ലെങ്കിൽ പിന്നെ പ്രശ്നമാകും. ആ മോളെ പോയിട്ട് വാ. ആ അമ്മ ഞാൻ വേഗം വരാം, അമ്മ ടെൻഷൻ അടിക്കല്ലേ. ചെക്കൻ എന്ത് കാണിക്കണോ എന്തോ, ഒരു സമാധാനവും ഇല്ല. ഓ, ഇപ്പോഴാണ് ഒന്ന് സമാധാനമായത്. അമ്മയ്ക്ക് അവരോടുള്ള ദേഷ്യം പോകുന്നതിന് മുമ്പ് സ്ഥലവും പറമ്പൊക്കെ എൻ്റെ പേരിക്കാക്കണം. എന്തായിട്ട് ആലോചിച്ചിരിക്കണേ? ഒന്നുമില്ലടോ, ഒരു സമാധാനം ഇല്ലാത്ത പോലെ. അമ്മ ഇവിടെ ഒറ്റയ്ക്കല്ലേ. ഏട്ടനിങ്ങനെ വിഷമിക്കൊന്നും വേണ്ട. അമ്മനെ കാണാൻ തുടങ്ങിയിട്ട് കുറച്ചായിട്ടില്ലെങ്കിലും ഏട്ടനേക്കാളും നന്നായിട്ട് എനിക്ക് അമ്മനെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. അമ്മ ഒന്നും കാണാണ്ട് എന്തായാലും ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്ന എനിക്ക് തോന്നുന്നില്ല. അതല്ലടോ, ഇത്രയും കാലമായിട്ട് ഞാൻ പുറത്തൊന്നും പോയിട്ട് അങ്ങനെ നിൽക്കാറില്ല. എവിടെ പോയാലും എനിക്ക് അന്ന് തന്നെ വീട്ടിലെത്തണം. വീട്ടിലെത്തി ഉറങ്ങിയാൽ അതൊരു ഇതിലൂടെ കിടന്നിട്ടേ ഉറക്കേ വന്നിട്ടില്ല. അമ്മ ഒറ്റയ്ക്കാണെന്നുള്ള ടെൻഷനാണോ ഏട്ടന്? ഏട്ടനൊരു കാര്യം ചെയ്യ്, നമ്മുടെ അടുത്തുള്ള ആ സദാശിവൻ ചേട്ടനൊന്ന് വിളിച്ചു നോക്ക്. ആ ശിവേട്ടാ, ഞാനാണേ. അമ്മ അവിടെ ഉണ്ടോ? അല്ല, ഞാൻ അമ്മനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, അതുകൊണ്ട് വിളിച്ചു നോക്കിയത്. ഇല്ല, ഞാൻ നാട്ടിലല്ല, ഞാൻ ഒന്ന് പുറത്ത് മൊബൈൽ എടുക്കാൻ വേണ്ടി വന്നിരുന്നേ. ആണോ? വേണ്ട വേണ്ട വേണ്ട, കുഴപ്പമില്ല, ഞാൻ പിന്നെ വിളിക്കുന്നുണ്ട്. ആ ശരി ശരി. എന്താ അമ്മ വീട്ടിലില്ലേ? അമ്മ അവിടെ തന്നെ ഉണ്ട്. ശ്വേതയും കുഞ്ഞും ഇന്നലെ രാത്രി തന്നെ അങ്ങോട്ട് വന്നിട്ടുണ്ട് അത്രേ. ഫോൺ കൊടുക്കണ വെച്ചു, ഞാൻ വേണ്ടായിരുന്നു. ഇപ്പം എന്താ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആയില്ലേ? നമ്മളെ രണ്ടാളിനെ അവിടെ നിന്ന് പുറത്താക്കിയിട്ട് ശ്വേതനെ അവിടെ താമസിപ്പിക്കണം. അതിനു വേണ്ടിയിട്ടായിരിക്കും അമ്മ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ടുണ്ടാവുക. അങ്ങനെയൊന്നും ആയിരിക്കില്ലടോ. സത്യം പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴാണ് ഒരു സമാധാനമായത്. ഞാനല്ല പറഞ്ഞിട്ടേ അവളും കുഞ്ഞാണപ്പോൾ നിന്നായിരിക്കും. അതൊന്നും അളിയും നാട്ടിലില്ലാത്തല്ലേ. വിവേകേട്ടാ, ദൈവം സഹായിച്ച് ഇപ്പം നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. വെറുതെ എന്തിനാ ഇല്ലാത്ത പൈസയും കൊടുത്ത് സ്ഥലം വാങ്ങി വീട് വയ്ക്കാൻ നിൽക്കുന്നത്? ഇവിടെ 14 സെൻറ്റ് സ്ഥലവും നല്ലൊരു വീടും ഉണ്ട്.
ഒന്ന് ആഞ്ഞു പിടിച്ചാൽ അത് നമുക്ക് കൈക്കലാക്കാവുന്നേ ഉള്ളൂ. ഏട്ടനൊരു കാര്യം ചെയ്യ്, കുറച്ച് മാസം ലീവ് എടുത്തിട്ട് നാട്ടിലേക്ക് വാ. ബാക്കി അപ്പം നോക്കാം നമുക്ക്.